എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഞാനൊരു ഓണാശംസകൾ നേരട്ടെ. ഓണമല്ലേ വരുന്നത്, അപ്പോൾ ഓണം തന്നെയാണല്ലോ മെയിൻ. അപ്പോൾ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തുണി മേടിക്കാനും അച്ചാറിടാനും ഒക്കെ ഉള്ള ഭയങ്കര ധൃതിയല്ലേ. അപ്പോൾ ഈ ഓണത്തിന് നമുക്കൊരു സ്പെഷ്യൽ അച്ചാറിട്ടാലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അച്ചാറിടുന്നത് നിങ്ങൾ കാണണ്ടേ. ആരും ഇന്ന് വരെ ചെയ്യാത്ത ഒരു അച്ചാറാണ് കേട്ടോ. എന്താണിത്? കോളിഫ്ലവർ വെച്ചാണ് ഞാനിന്ന് അച്ചാറിടുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ക്യാരറ്റ് ഉണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, മാങ്ങയുണ്ട്, നമ്മളെ കാൽസ്യം കണ്ടില്ലേ, നെല്ലിക്കയുണ്ട്, കറിവേപ്പിലയുണ്ട് മുടി വളരാനുള്ളത്, പിന്നെ നല്ല എരിവിനുള്ള വെള്ള കാന്താരിയുണ്ട്, പിന്നെ കടുകുണ്ട്, ഉലുവയുണ്ട്, പെരിഞ്ജീരകമുണ്ട്. ഇതൊക്കെ വറുത്ത് വെച്ചേക്കേട്ടോ. പിന്നെ നമുക്കത് ചെറിയ ജാറിനകത്തോട്ടിട്ട് പൊടിക്കണം. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒന്ന് മഞ്ഞപ്പൊടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അധികം വെന്ത് പോകാത്ത വിധത്തിൽ വേവിച്ച് മാറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ് ഇറക്കി വെച്ചതിന് ശേഷം മാത്രം ആ ചൂടിനകത്ത് ക്യാരറ്റും നെല്ലിക്കയും മാങ്ങയും ഇട്ട് ഊറ്റി അപ്പോഴേ എടുക്കുക. അങ്ങനെയാണിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അത് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമുക്ക് വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഞാൻ വെള്ളം വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ വെള്ളം നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ആദ്യമേ ഇത് കൊണ്ടുപോയി അതിലോട്ട് ഇടാം. വെള്ളം തിളയ്ക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കോളിഫ്ലവർ അതിലോട്ട് ഇടാം. ഈ പരുവത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്. അതുകൊണ്ട് ഈ കൈ ചെറിയ കഷ്ണമായിരിക്കും കേട്ടോ. നമുക്കത് അങ്ങനെ ആക്കി എടുക്കണം. ഇതൊന്ന് നല്ലോണം തിളച്ചൊന്ന് വേവണം. അപ്പോഴത്തേക്ക് നമുക്ക് ക്യാരറ്റും മാങ്ങയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഉപ്പിടാം. ഉപ്പ് ഞാൻ 1 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരപ്പ് വരട്ടുമ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഉപ്പിടണം. ഇതൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടി കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ഒരു പകുതിയോളം കോളിഫ്ലവർ വെന്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മാറ്റാം. ആ വെള്ളം തന്നെയാണ് കേട്ടോ. ആ വെള്ളത്തിലോട്ട് നമുക്ക് നെല്ലിക്ക, ക്യാരറ്റ്, മാങ്ങ ഇത്രയും സാധനം ആ ചൂടുവെള്ളത്തിലോട്ട് ഇട്ടൊന്ന് ഊറ്റിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഇത് ഉപ്പും മഞ്ഞളും ഇട്ടതാണ്. നമുക്ക് ക്യാരറ്റ് ഈ ചൂടുവെള്ളത്തിലോട്ട് ക്യാരറ്റ് കണ്ടോ, നെല്ലിക്ക, മാങ്ങ എല്ലാം ഈ ചൂടുവെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ? അധികം വേവാത്ത വിധത്തിൽ ഒരു 2-3 മിനിറ്റ് ഇതിനകത്തോട്ട് ഇട്ടേക്കുക. നമ്മുടെ ഫ്ലവർ നല്ലോണം വെന്തിട്ടുണ്ട്. അധികം വെന്ത് പോകരുത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ വെന്താൽ മാത്രം മതി. ഇനി നമുക്ക് ചെറുതാക്കാം. ഇതേപോലെ ചെറുതാക്കി എടുക്കുക. ഇപ്പോൾ ഇനി ഇത്രയും കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത്രയൊന്നും ചെറുതാക്കി എടുക്കുക. ആ സമയം കൊണ്ട് ഇത് ഒന്ന് തണുക്കാനുണ്ട് കേട്ടോ. അകമെല്ലാം നല്ല ചൂട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ചെറിയ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇപ്പം ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതാക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ, ക്യാരറ്റ്, നെല്ലിക്ക, ഈ മാങ്ങ ഇടുന്ന വെച്ചാൽ ഇതിനൊരു പുളി കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ പുളി പിഴിഞ്ഞൊഴിക്കണം. അതിന് വേണ്ടി മാത്രമേ ഈ മാങ്ങ ഇടുന്നത് കേട്ടോ. അലിഞ്ഞ് വരുമ്പം ഒരു 3 ദിവസം കഴിഞ്ഞാൽ ഇത് കഴിക്കണ്ടേ. അപ്പോഴത്തേക്ക് നല്ല ഇത് ഈ ഫ്ലവറിൻ്റെ അച്ചാറാണെന്ന് പോലും പറയത്തില്ല കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ പച്ചെണ്ണയ്ക്കകത്ത് ഒന്ന് വറുത്ത് പോരുക. ഇത് ഞാൻ കാശ്മീരി മുളകാണ് കേട്ടോ. 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല വെള്ളം ചൂടുവെള്ളമല്ലേ, ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കുക. നല്ല ടേസ്റ്റ് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്ത് ഒരു ഇത്തിരി ഉപ്പിട്ട് വയ്ക്കണം. ശകല ഉപ്പിട്ട് ഇതിങ്ങനെ മാറ്റി വെച്ചേക്കണം. ഇത് നല്ല വെന്ത് നല്ലോണം ഇരിക്കും. ഇപ്പം നമ്മൾ ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് പച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് കേട്ടോ. കടുകെണ്ണ ഇഷ്ടമുള്ളവർക്ക് കടുകെണ്ണ എടുക്കുക. ഇത് പച്ചെണ്ണയായിട്ട്. ഞാൻ ഈ വീഡിയോ ആരെയും കണ്ട് റിപ്പീറ്റ് ചെയ്യുകയല്ല. ഇത്
ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ നമുക്ക് എണ്ണയൊക്കെ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇതൊന്ന് വറുത്ത് കോരണം. വറുത്ത് കോരിക്കഴിഞ്ഞാൽ യാതൊരു പണിയില്ല കേട്ടോ. വറുത്ത കഴിക്കാൻ തോന്നും കേട്ടോ, നല്ല രസമാണ്. കണ്ടില്ലേ, ഇതേപോലെ നല്ല ചുമക്ക വറുത്ത് വിടണം. പതുക്കെ ഇളക്കിയെടുക്കണം കേട്ടോ, പൊടിഞ്ഞു പോവും. അപ്പോൾ പതുക്കെ ഇതിന് നല്ല സോഫ്റ്റായിട്ട് മാത്രം ഇതിനെ ഇങ്ങനെ ആക്കുക. കുറച്ച് എണ്ണ മതി കേട്ടോ. നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഇതിനകത്ത് എണ്ണയ്ക്കകത്ത് തന്നെ അതിൻ്റെ പച്ച എല്ലാം പോയി ഒന്ന് വേവിച്ചെടുക്കുക. ഇതോടെ തന്നെ നമുക്ക് നമ്മുടെ കറിവേപ്പിലയും ഇടാം. അപ്പോൾ അത് രണ്ടും അതിൻ്റെ കൂടെ കൊരിയും. അതേപോലെ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിടാം. ഇതൊക്കെ നല്ല വെന്ത് മൂത്തിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഞാനത് കോരിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ മാങ്ങ, നെല്ലിക്ക, ക്യാരറ്റ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വെള്ളക്കാന്താരി. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ സാധാ മതി കേട്ടോ. ഇതും അതേപോലെ ഒന്ന് വറുത്ത് കോരുക. ഞാൻ വേറെയൊക്കെ വെജിറ്റേറിയൻ വെച്ച് അച്ചാറിടുന്നുണ്ട്. എല്ലാം ഞാൻ ഇപ്പോൾ ഒന്നോരൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ നല്ല മുരിഞ്ഞ് വരുന്നുണ്ട്. നല്ല പൊട്ടി നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. കണ്ടോ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇത് മാറ്റത്തില്ല കേട്ടോ. ഇതേ കണക്ക് തന്നെ ഇട്ടേക്കും. അതിനകത്ത് നമ്മൾ ബാക്കി സാധനങ്ങളെല്ലാം ചേർത്ത് അതുകൊണ്ട് കുറച്ച് എണ്ണയ്ക്കകത്ത് ചെയ്യുന്നത് കേട്ടോ. എല്ലാം നല്ല വെന്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്ത് വെച്ചത് തന്നെ ഇതിനകത്തോട്ട് ഇടുക. കോളിഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ചെറിയ സ്പൂണിന് വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ. എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യില്ല. പതുക്കെ വേണം, മറ്റേത് പൊട്ടിപ്പോവാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇത് പുറത്തിരുന്നാലും നല്ല കേടാവത്തില്ല. ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെങ്കിൽ വയ്ക്കാം. നല്ലോണം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് പോകാം. ഇതെല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ ഓരോ സ്പൂൺ വീതം ഉലുവ, കടുക്, വലിയ ജീരകം അത് ഇതിനകത്തോട്ടിടാം. അത് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ചേർക്കുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അത് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മൾ ഇനി ചേർക്കാവുന്ന 2 സ്പൂൺ വിനിഗറാണ് ചേർക്കുന്നത്. ഇതിനകത്ത് തന്നെ അത് ചേർക്കണം. ഇതിലൂടെ ചൂടാവണം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചിരുന്ന കാശ്മീരി മുളകാണ് ചേർക്കാൻ പോകുന്നത്. നമ്മൾ മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് 4 ഈത്തപ്പഴമാണ് കേട്ടോ. അതും കൂടെ ഇതിലോട്ടിടാം. ചട്ടിയൊന്ന് മാറിയിട്ടുണ്ട്. അതിനകത്ത് ഇളക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം. നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണ്, ഉപ്പിടാം. അപ്പോൾ നല്ല ഹെൽത്തിയായ ടേസ്റ്റിയായ വെജിറ്റബിൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സൂപ്പർ അച്ചാറായത് കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇന്ന് വരെ ആരും ചെയ്യാത്ത ഒരു അടിപൊളി അച്ചാറാണ് കേട്ടോ. അത് ഞാൻ സത്യം പറയാം. ഈ അച്ചാറുണ്ടല്ലോ, നെല്ലിക്ക വേണ്ടുന്നവർക്ക് നെല്ലിക്ക എടുത്ത് കഴിക്കാം, മാങ്ങ വേണ്ടുന്നവർക്ക് മാങ്ങ എടുത്ത് കഴിക്കാം. അല്ലാത്ത വെറൈറ്റി ഉള്ള എല്ലാ സാധനങ്ങളും ഓരോന്നും എടുത്ത് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്യുക. പിന്നെ ഞാൻ അച്ചാറിൻ്റെ ഒരു ചെറിയ
ബിസിനസ് ചെയ്യാൻ പോവുകയാണ്. അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. അച്ചാറുകൾ വേണ്ടുന്നവർ വെജിറ്റബിൾസ് അച്ചാർ, അതുകൊണ്ട് മാങ്ങ, നാരങ്ങ, നെല്ലിക്ക, അതേപോലെ എല്ലാ അച്ചാറുകളും ഞാൻ ഇടാൻ പോവുകയാണ്. വേണ്ടുന്നവർ എന്നെ വിളിച്ച് പറയുകയോ വാട്സപ്പ് മെസ്സേജ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അച്ചാറുകൾ ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഓക്കെ. ഇതേപോലെ പച്ചക്കറിയുടെ പലതരം പച്ചക്കറിയുടെ അച്ചാറുകളും ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളത് കേട്ടോ. അധികം മസാലകളൊന്നും ചേർക്കാത്ത നല്ല അടിപൊളി അച്ചാറുകളാണേ. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.